ഇതൊരു ഐഫോൺ 12 ആണ്. ചാർജ് കയറാത്ത കമ്പനിയിൽ ഒന്നാണ്. ഓക്കെ, ഫ്രഷ് ബോർഡാട്ടോ, കളിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഒരു കേബിൾ കൊടുത്തിട്ടുള്ളത് 3 പോയിൻറ്റിലാണ്. 3 പോയിൻറ്റിൽ ഇവിടെ 0 എടുക്കുന്ന ആംബിയർ 0 ആംബിയറാണ്. റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ നമ്മളിങ്ങനെ ചാർജിങ് ഇട്ടതിന് ശേഷം ബാറ്ററി കണക്ടറിൽ 3.7 വോൾട്ടേജ് വരണം. അത് വരുന്നുണ്ടല്ലോ, ചെക്ക് ചെയ്യാം അല്ലേ. ഇവിടെ 0.8 വരുന്നുള്ളൂ. 3.7 വരുന്നിടത്ത് 0.8 ആണ് അതിൻ്റെത്. ഫുൾ ആംബിയർ കിട്ടുന്നില്ല. 3.7 4.2 ഇങ്ങനെ ആണോ ഇതിൻ്റെ റീഡിങ്, കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ബോർഡ് സെപ്പറേറ്റ് ചെയ്യണം. നമ്മളിതിൽ 220 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഇട്ടില്ലേ. പക്ഷേ ആ ഹീറ്റിൽ വെക്കുമ്പോഴത്തേക്കും ഈ 12 സി പി യു ഡ്രൈ ആവും. കാരണം വെച്ചാൽ സെൻട്രൽ സി പി ആയതുകൊണ്ട് ബോർഡ് കളഞ്ഞാണ്ട് ബോളുകൾ പുറത്ത് ചാടും. അപ്പോൾ ഈ 170 180 ഒക്കെ ആകുമ്പോൾ നമ്മൾ വിത്തൗട്ട് നോസിൽ ഓവർ മേലിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഈ സപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊന്നുകൂടി സേഫാണ്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചോടക്കരുത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എൽ ഷേപ്പിൽ. ഓക്കെ, ഉണ്ടോ? ഇവിടെ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കിട്ടും. ഇതിലേ നമ്മൾ ആ ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് എന്താ വെച്ചാൽ ഇത് ചെക്ക് ചെയ്യണം. കാരണം ബോർഡ് ഓൺ ആവുന്നുണ്ടല്ലോ, ചെക്ക് ചെയ്യണം. 13 ഓക്കെ. ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക് 4 ആംബിയർ എടുക്കുന്നുണ്ട്. 4 5 ഒരു ലീക്കേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കസ്റ്റമർ കുത്തി വെച്ചതാണ്. കുത്തി വെച്ചതിന് ശേഷം ഡെഡായി, പിന്നെ ചാർജ് വരില്ല. ഇങ്ങനെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ഇനി ഓൺ ഓഫ് ആക്കി വെക്കാം. കാരണം ഷോർട്ടുള്ളത് നമുക്ക് എവിടെയാണെന്ന് തെർമൽ ക്യാമറ വെച്ചിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാം. ഡയറക്റ്റ് 400 ആംബിയർ എടുക്കുന്നത്. 450 ആംബിയറാണ് ഡയറക്റ്റ് എടുക്കുന്നത്. ഒരു നോർമൽ ആംബിയർ അല്ല. ഇതിൽ നമുക്ക് കമ്പനി കാണണമെന്ന് വെച്ചാൽ ഓക്കെ, തെർമൽ ക്യാമറ ഇവിടെ U2 ആണ് കാണിക്കുന്നത്. U2 IC ആണ് കാണിക്കുന്നത്. അതായത് ഈ കാണുന്ന ഈ ഒരു IC ആണ് ഷോർട്ട് കാണിക്കുന്നത്. ഈ IC ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ചാർജിങ് കയറില്ല. കാരണം വെച്ചാൽ U2 IC തന്നെ USB കൺട്രോളിങ് IC. അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ നമുക്ക് ചാർജിങ് കുത്തിച്ചിട്ട് ഓഫാക്കാതെ വെക്കുക, അതേപോലെ തന്നെ ചാർജ് ഫുള്ളായിട്ട് പിന്നെയും കുത്തി വെക്കുക. ഇങ്ങനെ കാണുന്ന സമയത്താണ് ഈ ഒരു ICക്ക് കംപ്ലൈൻറ്റ് പൊതുവെ കിട്ടാറുണ്ട്. ഈ ഒരു IC ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ഹൈ ആംബിയർ വരുന്നതും. സാധാരണ ചാർജിങ് സംബന്ധമായിട്ട് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ചാർജ് സിമ്പിൾ വരണം. ഇതിൽ ചാർജ് സിമ്പിൾ വരുന്നില്ല. നമുക്ക് ആദ്യം IC ഒന്ന് റീപ്ലേസ് ചെയ്യാം. കൂടി വിക്ക് എടുത്താ, കൂടി വിക്ക്.
ഇപ്പോൾ ആ ഒരു ലീക്കേജ്, അതായത് 4 ലീക്കേജ് ഉള്ളത് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ഓൺ ആവുകൊണ്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അതായത് 98, 128, പിന്നെ 2 ആമ്പർ സാധനം ഓണായിട്ടോ. ഓക്കെ, നമ്മളിതിൽ UTC മാറ്റിയതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ സെറ്റ് ഓൺ ആവുന്നുണ്ട്, കുഴപ്പമില്ല, ഷോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ലെയർ ഫിക്സിങ് കേട്ടോ. നമ്മൾ 812 ഇപ്പോൾ ബോർഡൊക്കെ റീബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചാർജ് കയറുന്നുണ്ടല്ലേ, നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ 12 ചാർജ് ഇഷ്യൂ വന്നില്ലേ, അപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട് കണ്ടോ. നേരത്തെ ബാറ്ററി തീരെ ചാർജ് ഇല്ലായിരുന്നു, അപ്പോൾ അത് കുറച്ച് കുത്തിച്ച ശേഷം നോക്കി ഓക്കെയാണ്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിം വർക്കിംഗ് ആണ്.